ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അലിൻസാഗ വ്ളോഗ്സ്. തമ്മിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇന്ന് നമ്മൾ വിഷൻ ബോർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിഷൻ ബോർഡ് എന്താ സംഭവം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റും. ഇനി അഥവാ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഓരോ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും ഓരോ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. ചിലർ ഹെൽത്ത് നോക്കുമെന്നായിരിക്കും, ചിലർ പഠിക്കുമെന്നായിരിക്കും, അങ്ങനെ പലതും. ജനുവരി ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ നന്നായിട്ട് നോക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് മറന്നു അല്ലെങ്കിൽ വിട്ട് കളയും. അങ്ങനെയല്ലേ സാധാരണ? അവിടെയാണ് നമ്മുടെ ഈ വിഷൻ ബോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. നമ്മുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയൊക്കെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കാനായിട്ട് 2 ദിവസം എടുത്തു. ഞാനിതേപോലെ നല്ല സെൻറ്റഡ് ക്യാൻഡിൽസൊക്കെ കത്തിച്ച് കുറച്ച് കാമായിട്ടിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷൻ ബോർഡ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും അതിങ്ങനെ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കും. അതിലൂടെ ശരിക്കും നമ്മളത് അച്ചീവ് ചെയ്യും. നമ്മുടെ ഈ വിഷൻ ബോർഡ് നമുക്ക് ഷോർട്ട് ടേമായിട്ടും ലോങ് ടേമായിട്ടും ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 2026 ഒരു വർഷത്തെ മാത്രം വിഷൻ ബോർഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു വിഷൻ ബോർഡിൽ 2026 നമുക്ക് എന്തൊക്കെയാണോ അച്ചീവ് ചെയ്യേണ്ടത്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ്, അതൊക്കെയാണ് നമ്മൾ ഈ വിഷൻ ബോർഡിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി അഥവാ ലോങ് ടേം ആയിട്ടുള്ള വിഷൻ ബോർഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില എക്സാമിന് പ്രിപ്പയർ ചെയ്യണവരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട് വെക്കണം, അങ്ങനെ കുറച്ച് സമയം എടുക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ലോങ് ടേം ആയിട്ടുള്ള വിഷൻ ബോർഡാണ് ചെയ്യാറ്. ഞാൻ കുറച്ച് കാമാൻ ക്വയറ്റായിട്ടാണ് ഈ വിഷൻ ബോർഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസിനൊക്കെ ഇരുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും ഓരോ ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം ഞാൻ അധികവും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് കുഞ്ഞനും ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്ക്രീൻ ടൈമൊക്കെ ശരിക്കും കുറേ കുറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും ഇതൊക്കെ തന്നെയാണ് നല്ലത്. അപ്പോൾ കുഞ്ഞനിങ്ങനെ എൻ്റെ അടുത്ത് വന്നൊക്കെ ഇരുന്നപ്പോൾ ഞാൻ നൈസായിട്ട് കുഞ്ഞിനെ ഒഴിവാക്കി പിന്നെ വേറെ സ്ഥലത്ത് വരുന്നു. ഇതെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് ശരിക്കും കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യം തന്നെയാണെന്നാണ് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്കുള്ളൊരു മോട്ടിവേഷനാണ്. ഞാൻ പറഞ്ഞ പോലെ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്ത് പകുതി എത്തുമ്പോൾ നമ്മൾ മറന്നു പോകും അല്ലേ? പക്ഷേ ഈ ഒരു വിഷൻ ബോർഡ് നമ്മളിങ്ങനെ ഡെയിലി കാണുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യും. ഇത് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിക്കും. നിങ്ങളൊരു കാര്യം ആദ്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. ഈ ഒരു ഡയലോഗ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അതെ, നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞ കാര്യങ്ങളാണിത്. നിങ്ങൾക്ക് ശരിക്കും ശക്തമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറയണം. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ തന്നെ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ വിഷൻ ബോർഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ തന്നെ എന്നും ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനായിട്ട് കുറച്ച് പണി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോട്ടോസ് നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. പിൻട്രസ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഫോട്ടോസ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ക്യാൻവ പോലുള്ള ആപ്പിൽ നമുക്ക് ഈ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു A4 സൈസ് പേപ്പറിൽ ഈ ഫോട്ടോസ് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഈ ഫോട്ടോസ് അറേഞ്ച് ചെയ്തെടുക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് ആവശ്യമുള്ള വേർഡ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹെൽത്ത്, ജിമ്മ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള വേർഡ്സ് നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു കഫേ പോയി അത് കളർ പ്രിൻ്റ് എടുക്കുക. ഇനി ഇതിനൊന്നും കഴിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിൽ പഴയ മാഗസിനൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അത് കുറച്ച് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പിക്ചേഴ്സ് അറേഞ്ച് ചെയ്തതൊക്കെ കറക്റ്റ് അല്ലേ, ഞാൻ ഉദ്ദേശിച്ച പിക്ചേഴ്സും വേർഡ്സൊക്കെ കിട്ടിയിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം ഇനി നമുക്ക് ഈ പേപ്പറൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ ബോർഡിന് വേണ്ടി തെർമോക്കോളാണ് എടുത്തത്. നമ്മുടെ സ്റ്റേഷനറി കടയിലൊക്കെ തെർമോക്കോൾ വാങ്ങാൻ കിട്ടും. അത് 3/4 ഇഞ്ച്, 1/2 ഇഞ്ച് അങ്ങനെ പല വലിപ്പത്തിൽ വാങ്ങാൻ കിട്ടും. അപ്പം ഞാനതിന് വേണ്ടി 1/2 ഇഞ്ച് വലിപ്പമുള്ള ഒരു തെർമോക്കോളിൻ്റെ ഷീറ്റ് വാങ്ങി അതിൻ്റെ ഒരു 3/4 ഭാഗമാണ് ഞാൻ എടുത്തത്. സത്യത്തിൽ ഇത്രയും വലിയതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രിൻ്റ് എടുത്തപ്പോൾ കുറച്ച് കൂടുതലായി പോയതുകൊണ്ട് അത്രയും വലുതാക്കിയെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയൊക്കെ വലിപ്പം അനുസരിച്ചിരിക്കും നിങ്ങളുടെ വിഷൻ ബോർഡ്. സത്യത്തിൽ എൻ്റെ വിഷൻ ബോർഡ് എങ്ങനെ വേണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന കോഡ്സ് എവിടെയൊക്കെ വേണം, ഇന്ന പിക്ചേഴ്സ് എവിടെയൊക്കെ വേണം എന്ന് ഒരു റഫായിട്ട് ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുപോലെ പിക്ചേഴ്സൊക്കെ ഞാൻ വെട്ടി. പിന്നെ ആ തെർമോക്കോള് ഒരു ചാർട്ട് വെച്ചൊന്ന് കവർ ചെയ്തെടുത്തു കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അതിലാദ്യം തന്നെ ഞാൻ ആ പിക്ചേഴ്സും വേർഡ്സൊക്കെ ഒന്ന് വെച്ച് നോക്കി. അതായത് ആ ബോർഡ് ഫില്ലാവില്ലേ എന്ന് നോക്കിയിട്ടാണ് പിന്നെ അത് ഒട്ടിക്കാനിരുന്നത്. എൻ്റെ വിഷൻസൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അധികം സമയം എടുത്തു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അത് പോയി കാണുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മറക്കാതിരിക്കട്ടെ. അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഈ പ്രപഞ്ചവും നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.